വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ റേഷൻ കാർഡ് ഉള്ളത് ബുക്ക് ടൈപ്പുള്ള റേഷൻ കാർഡായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാർഡ് മോഡലുള്ള ഈ ഒരു ലാമിനേറ്റ് ചെയ്തുള്ള ഇതുപോലെയുള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. അല്ല അല്ലെങ്കിൽ ATM മോഡൽ ATM കാർഡിൻ്റെ ആ ഒരു ടൈപ്പുള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. എന്നാൽ ഇതുപോലെയുള്ള റേഷൻ കാർഡുകളൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ നമ്മുടെ ഫോണിനകത്ത് തന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ വഴി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന, അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുവാനും അതുപോലെ തന്നെ ഇതുകൊണ്ടുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമുക്ക് എന്തെല്ലാം സാധനങ്ങളാണ് ഈ ഒരു മാസം വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ട് എങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ തന്നെ നമുക്കത് രജിസ്റ്റർ ചെയ്യാനൊക്കെ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ ഉണ്ട് നോക്കാം. ആയിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് iOSലും ആൻഡ്രോയിഡിലൊക്കെ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ റേഷൻ കാർഡ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കാം. എൻ്റെ റേഷൻ കാർഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്ക് സ്ക്രീന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിലൂടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഗോട്ട് ഇറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റേഷൻ കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. താഴെ കൊണ്ട് റേഷൻ കാർഡ് നമ്പർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് താഴെ ആയിക്കൊണ്ട് വ്യൂ മൈ കാർഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ സാധാരണ OTP ഒക്കെ റിസീവ് ചെയ്യുന്ന ആ ഒരു നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. OTP എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പേജ് വരും. ഇതിനകത്ത് നമ്മൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് 5 അക്ക ഡിജിറ്റുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റേഷൻ കാർഡ് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ അകത്ത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോ സഹിതമുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് തന്നെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാർഡിലുള്ള എല്ലാ അംഗങ്ങളുടെയും ഡീറ്റെയിൽ നമ്മുടെ ചിലപ്പോൾ റേഷൻ കാർഡിൽ നമ്മൾ പേരില്ലാത്തവരാണ് എങ്കിലും നമ്മൾ റേഷൻ കാർഡിൽ പേര് ആഡ് ആയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ കുട്ടികളുടെ പേരൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്ക് അരി കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ റേഷൻ കാർഡിൽ പേരില്ലാത്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നോക്കുന്ന സമയത്ത് കറക്റ്റ് ആയിക്കൊണ്ട് തന്നെ ആ ഒരു പേരുകളൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷനകത്ത് കാണാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന റേഷൻ വിഹിതത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാസം ലഭിക്കേണ്ട വിഹിതങ്ങൾ എന്തെല്ലാമാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ വാങ്ങിക്കുന്ന റേഷൻ കടയിൽ എന്തെല്ലാം സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്ന് വരെ നമുക്ക് ഇതിനകത്ത് നോക്കാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് FPS സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്ന് കാണാൻ സാധിക്കും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ താഴെ ആയിക്കൊണ്ട് നമ്മൾ ഏത് ഡേറ്റിലാണ് വാങ്ങാൻ പോകുന്ന ആ ഡേറ്റും അതുപോലെ തന്നെ ആ റേഷൻ കാർഡിൻ്റെ ഒരു നമ്പർ ഉണ്ടായിരിക്കും. ആ റേഷൻ കടയുടെ രജിസ്റ്റർ ചെയ്ത നമ്പർ ഉണ്ടായിരിക്കും. നമുക്ക് കാണാൻ സാധിക്കും. റേഷൻ കടയുടെ ഒക്കെ ഫ്രണ്ടിൽ തന്നെ ആ ഒരു ബോർഡിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു നമ്പറും കൂടെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓരോ റേഷൻ കടയിലും ഓരോരുത്തരും സ്റ്റോക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ചില സമയത്ത് നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചില സ്ഥലത്ത് സ്റ്റോക്ക് ഉണ്ടായിരിക്കില്ല, ചില റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഏതെല്ലാം റേഷൻ കടയിൽ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു റേഷൻ കടയുടെ നമ്പറും ഡേറ്റും കൊടുത്തതിന് ശേഷം നമുക്കിവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു റേഷൻ കടയിൽ എന്തെല്ലാം സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്ന് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ട് എങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു കംപ്ലൈൻറ്റ് ലിസ്റ്റ് കൂടെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. കോൺടാക്ട് ഡീറ്റെയിൽ ഉണ്ട്. നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. കോൺടാക്ട് ഡീറ്റെയിൽ എന്ന് കാണാൻ സാധിക്കും. ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കോൺടാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ജില്ലയിലെയും താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നമ്പർ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. ഈ ഒരു റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.